നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാനത്തോടടുക്കുമ്പോൾ സംസ്ഥാനത്ത് ഒരു ദശാബ്ദം നീണ്ട LDF ഭരണം അവസാനിക്കുന്നതിന്റെ സൂചനകളാണ് കാണുന്നത്. 140-ൽ 90 സീറ്റുകൾക്ക് മുകളിലാണ് നിലവിൽ UDF സ്ഥാനാർത്ഥികൾ നേടുന്ന ലീഡ്. 99 സീറ്റുകളിലെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണയുണ്ടായിരുന്ന LDFന് ഇത്തവണ ലീഡ് 40 സീറ്റുകൾക്ക് താഴെ പോയിരിക്കുകയാണ്. ഏറെ നാളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നയിച്ചിരുന്ന സംസ്ഥാനത്തെ CPMന് ഇനി ഭാവി അത്ര ശോഭനമല്ലെന്ന് വ്യക്തമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം 14ഓളം മന്ത്രിമാർ ആദ്യഘട്ടത്തിൽ തന്നെ പിന്നിലായിരുന്നു. CPMന്റെ സ്വന്തം 77 സ്ഥാനാർത്ഥികളിൽ മന്ത്രി KN ബാലഗോപാലും സജി ചെറിയാനും അടക്കം 20-ന് മുകളിൽ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് UDF നടത്തിയത്. അതിന്റെ ഗുണഫലമാണ് ആദ്യ സൂചനകൾ എന്ന് വേണം കരുതാൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മുൻപ് CPM നേതൃത്വത്തോട് കലഹിച്ച് മുതിർന്ന നേതാവ് G സുധാകരനും മുൻ MLA PK ശശിയും TK ഗോവിന്ദനുമടക്കം കോൺഗ്രസുമായി സഹകരിക്കാനെത്തിയതോടെ ഇനിയും വിസ്മയങ്ങൾ വരുമെന്നാണ് VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 1998 മുതൽ 18 വർഷത്തോളം പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ 2016-ലാണ് സംസ്ഥാന മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. അന്നു മുതൽ ഇന്നോളം CPMന് ഒരേ ഒരു നേതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിണറായി വിജയനായിരുന്നു. ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് നൽകിയും കോവിഡ് പ്രളയ സമയങ്ങളെ നേരിട്ട ശക്തനായ നായകനായും പിണറായി വിജയനെ ഇടതു പാർട്ടി പ്രവർത്തകർ കണ്ടു. എന്നാൽ ഈ കരുത്തിനാണ് ഇപ്പോൾ ചോർച്ച സംഭവിച്ചത്. ഈ കനത്ത തോൽവിക്ക് പിന്നാലെ CPM നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി ജനപ്രിയരായ നേതാക്കളുടെ അഭാവമാണ്. AKGയും EMSും EK നായനാരും ഗൗരിയമ്മയും VS അച്യുതാനന്ദനുമടക്കം ജനപ്രിയരായ നേതാക്കളെയെല്ലാം വിസ്മൃതിയിലായി. CPMൽ നിലവിൽ നേതാക്കൾ നിരവധിയുണ്ടെങ്കിലും ഇവരിൽ നേതൃപാടവത്തോടൊപ്പം ജനപ്രിയത കൂടിയുള്ളവർ ഇല്ല എന്നു തന്നെ പറയാം. യുവാക്കളിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് വ്യക്തമായ ലീഡോടെ തിരഞ്ഞെടുപ്പിൽ മുന്നിലുണ്ടെങ്കിലും പാർട്ടി വൃത്തങ്ങൾക്ക് പുറത്ത് ഇവരിൽ വ്യക്തിപ്രഭാവം കാട്ടിയവർ കുറവാണ്. സച്ചിൻ ദേവ്, MS അരുൺകുമാർ, VK പ്രശാന്ത് തുടങ്ങിയവരടക്കം MLAമാർ. തലസ്ഥാന നഗരസഭ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ, JC തോമസ്, PM ആർഷോ നേതൃനിരയിലേക്ക് CPM പരീക്ഷിച്ച യുവ നേതാക്കൾ നിരവധിയുണ്ട്. എന്നാൽ ഇവരിൽ മുൻനിരയിലേക്ക് വന്നവർ ഏറെയില്ല. ശക്തമായ തിരിച്ചടി നേരിട്ട തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ CPMൽ മികച്ച ജനപ്രീതിയുള്ള നേതൃനിര അത്യാവശ്യമാണ്. ഇത്തരമൊരു നേതൃനിരയെ സംഘടിപ്പിക്കുകയാണ് മുന്നണിയും പാർട്ടിയും നേരിടേണ്ടി വരുന്ന വലിയ വെല്ലുവിളി. മറുവശത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേതൃത്വം നൽകിയ പുതുയുഗ യാത്ര കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ഊർജ്ജമാണ് നൽകിയത്. കോൺഗ്രസ് സ്ഥാനത്ത് കോൺഗ്രസിന് ഒരാളല്ല, ഒന്നിലധികം ആളുകളുണ്ട് എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി UDFനെ പരിഹസിക്കുമ്പോൾ പോലും ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശനടക്കം നിരവധി നേതാക്കളുടെ പേരുകൾ ഉയർന്നു കേട്ടു. യുവനിരയിൽ കോൺഗ്രസിന്റെ ഉയർന്നു വരുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ. 2011 മുതൽ ഇങ്ങോട്ട് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തോൽവി അറിയാതെ എത്തിയ ഷാഫി കോൺഗ്രസിന്റെ ജനപ്രിയ നേതാക്കളിൽ ഒരാളാണ്. 2024 വടകര മണ്ഡലം നിലനിർത്താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിശ്വസിച്ച സീറ്റ് നൽകിയത് ഷാഫിക്കാണ്. അന്ന് പാലക്കാട് MLA ആയിരുന്ന ഷാഫി സ്ഥാനം രാജിവെച്ചു. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പാലക്കാട് കോൺഗ്രസിനെ കൈവിടാതെ നിന്നു. പോകുന്നിടത്തെല്ലാം വൻ ജനക്കൂട്ടം ഷാഫിക്കായി എത്താറുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമിതി പോലെയാണ് ഇത്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് മത്സരിച്ച പറവൂരിലടക്കം ഷാഫിക്കായി എത്തിയത് വലിയ ജനസഞ്ചയമാണ്. ഈ ജനക്കൂട്ടമെല്ലാം വോട്ടായി മാറി എന്ന് വേണം കരുതാൻ. വളരെ പെട്ടെന്ന് പാർട്ടിയിൽ വളർന്നു വന്ന മറ്റൊരു യുവ നേതാവാണ് PC വിഷ്ണുദാസ്. KCയിലൂടെ പ്രസ്ഥാനത്തിലെത്തി KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന പ്രസിഡന്റായി. KPCC ജനറൽ സെക്രട്ടറി, AICC സെക്രട്ടറി, കേരള സർവകലാശാല സെനറ്റ് അംഗം തുടങ്ങി നിരവധി പദവികൾ വഹിച്ചു. 2006-ലും 2011-ലും ചെങ്ങന്നൂരിൽ നിന്നും നിയമസഭയിലെത്തി. 2021 മുതൽ കുണ്ടറയിൽ നിന്നുള്ള നിയമസഭാ അംഗമായി. കോൺഗ്രസ് നേതൃനിരയിലേക്ക് യുവാക്കളുടെ കൂട്ടത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും അതിവേഗം ഉയർന്നു വന്നു. 2023 ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് ചാണ്ടി ഉമ്മൻ ജനപ്രതിനിധിയായത്. 37,319 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് അന്ന് ചാണ്ടി ജയിച്ചത്. നിലവിൽ തിരഞ്ഞെടുപ്പിലും ആദ്യ റൗണ്ടുകളിൽ തന്നെ വ്യക്തമായ ലീഡ് പിടിക്കാൻ ചാണ്ടിക്കായി. കോലാഹലങ്ങളില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണം വഴിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ശ്രദ്ധ തേടിയത്. ഭാവി മുന്നിൽ കണ്ട് UDF നടത്തിയ പരീക്ഷണങ്ങൾ വിജയത്തിലെത്തിയതും LDFനവ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുമാണ് ഇത്തവണ കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.